ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ ക്ലീനിങ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പം ഒത്തിരി മഞ്ഞൾ, മുളക് പൊടി, അപ്പം അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പം എത്ര നമ്മൾ തൂത്ത് തുടച്ചാലും ആ ഒരു മണം ഉണ്ടാവും. അവിടെ എവിടെയെങ്കിലൊക്കെ കുറച്ച് സ്റ്റെയിൻ ഉണ്ടാവും. അപ്പോൾ കിച്ചൺ കൗണ്ടർ ടോപ്സും അതേപോലെ സ്റ്റൗവിൻ്റെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് മുന്നേ ആയിട്ട് എൻ്റെ മാസ്കും ഏപ്രണും ഗ്ലൗസും ഒക്കെ ഇട്ടു. അപ്പോൾ ഇന്ന് ക്ലീനിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷനാണ്. ഓൾ പർപ്പസ് ക്ലീനറാണ്. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്സും സ്റ്റൗവിൻ്റെ ടോപ്പും അതേപോലെ നമുക്ക് വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. പിങ്ക് ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല സ്മെല്ലുണ്ട്. ഭയങ്കര തലവേദന എടുക്കുന്നൊരു മണമൊന്നുമല്ല. എനിക്കങ്ങനെ തലവേദന എടുക്കുന്ന മണങ്ങൾ ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു ചെറിയ കിച്ചൺ ടൗളിൽ ആദ്യമേ നമ്മൾ ഈ സ്പ്രേ ആദ്യം ഒരു 10 മിനിറ്റ് സ്പ്രേ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഒരു കിച്ചൺ ടൗൾ വെച്ച് നല്ലതായിട്ട് ആ ഒരു സൊല്യൂഷൻ കൊണ്ട് തുടച്ചു. അപ്പോൾ എവിടേക്കാണോ സ്പ്രേ ചെയ്തത് അവിടെ എല്ലാം ഞാൻ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ എല്ലാ മുക്കും മൂലയും നമ്മൾ അവിടെയൊക്കെയാണ്, നമ്മൾ കാണാത്ത സ്ഥലത്താണ് ഇതെല്ലാം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെതും അല്ലെങ്കിൽ നമ്മുടെ ഈ പാടുകളൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. കറികളായാലും നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ആണെങ്കിലും അതേപോലെ നമ്മുടെ ജനലിൻ്റെ ഓരോ ഇടവശവും നമ്മൾ തുടയ്ക്കണം. നമ്മൾ മണം എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ലതായിട്ട് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ കൊണ്ട് തുടയ്ക്കാതിരിക്കുമ്പോഴാണ് ഈ മണം വരുന്നത്. അതേപോലെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഇലക്ട്രിക്കൽ സ്റ്റൗ ആണെങ്കിലും സ്റ്റൗവിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ നന്നായിട്ട് തുടയ്ക്കണം. അതായത് നമ്മൾ ആ കോയിലൊന്ന് പൊക്കിയിട്ട് നന്നായിട്ട് തുടയ്ക്കുക. ഓരോന്നിനും ഞാൻ ഓരോ കിച്ചൺ ടവലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ എക്സോസ് ഫാൻ മുകളിൽ ഭാഗവും നന്നായിട്ട് സ്റ്റൗവിൻ്റെ അവിടെ തുടച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിലില്ല. അതേപോലെ നമ്മൾ തൊടുന്ന കിച്ചൺ സ്റ്റൗവിൻ്റെ നോബുകൾ അവിടെയും ഈ സെയിം സൊല്യൂഷൻ കൊണ്ട് തുടച്ചു വിടുന്നുണ്ട്. തുടച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുതിയ കിച്ചൺ ടവൽ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് വൈപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം അത്രമാത്രം ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ട്രാഷ് ക്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഡസ്റ്റ്ബിനും നമ്മളെപ്പോഴും കഴുകി തുടച്ച് തന്നെ വെക്കണം. വേസ്റ്റ് കളയുന്ന സാധനം എടുത്ത് കഴുകാതെയോ തുടയ്ക്കാതെയോ ഇരിക്കരുത്. ഞാൻ ആ ട്രാഷ് ക്യാനും ഇതേ സൊല്യൂഷനും കൊണ്ട് ഒന്ന് വെള്ളത്തിൽ മുക്കി തുടയ്ക്കുന്നുണ്ട് കേട്ടോ.